ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാചുലേഷൻ. ഡോക്ടർ കെ എസ് മേനന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. ചുവന്ന വെള്ളം ഒരിടത്തും കിട്ടിയില്ല. പിന്നെ വളയുള്ള കടയിൽ ചെന്നപ്പോ കൈ കാശില്ല. പിന്നെ എടുത്തോണ്ട് ഓടി. പോലീസ് വന്നാലേ ഞാൻ അവിടെ ഇല്ലെന്ന് പറയണേ. ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കരയിനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ മോളെ വന്നിരിക്കുന്നത്? അയ്യോ, അച്ഛൻ ഒന്നും തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ട് പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരിൽ നിന്നും അല്പം കൂടെ ഡീസൻസി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നുവെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പെറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നൂടെ കരുതിയ. സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. ശരി. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നേ കുടിക്കായിരുന്നു. അതിനെന്താ മോളെ, ചായ കാപ്പി കൊണ്ടുവരൂ. മകളായിരിക്കും അല്ലേ? എന്താ? അല്ല, ഒന്നുമില്ല. ചായ കുടിക്ക്. അച്ഛന് വേണ്ട. സാറൊരു മൃഗ ഡോക്ടറാണല്ലേ? എങ്ങനെ അറിയാം? അല്ല, എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അയ്യല്ല, ഞാൻ മൃഗാശുപത്രി വെച്ച് സാറിനെ ഒരിക്കൽ കണ്ടു, അങ്ങനെ മനസ്സിലായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ പറയൂ? സാർ അതിന് നോ എന്ന് പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. സാർ എനിക്ക് സാറിന് നോ എന്ന് പറയരുത്. സാറിന് ഒരു അൽസേഷൻ പട്ടിക്കുട്ടി തരണം. അതിലൂടെ പട്ടികളെ ഇല്ലല്ലോ. പട്ടിയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ എന്റെ കഞ്ഞിൽ പാറ്റ ഇടരുത്. നേരത്തിനും കാലത്തിനും ഒക്കെ തിരിച്ചു വരണം. വഴിയിലെങ്കും വായി നോക്കി വെക്കല്ലേ. മിണ്ടാതെ എന്റെ കട്ടിൽ പോയി മൂടി പോയിച്ച് കടാ. ആ പട്ടാളം എങ്ങാനും കണ്ട. പട്ടാളം വർമ്മ വർമ്മ
നിന്റെയും എന്റെയും ജീവിതം കട്ടപ്പോക. കിടക്കുന്ന കണ്ടില്ലേ മൊട്ട. ഇയാടെ ഗതിയിലാവും ജീവിച്ചിരിക്കുന്ന ശവം. ഇയാളെന്താ സംസാരിക്കാത്ത ഊമയാണോ? അല്ല, ആക്കിയതാ. എന്തിന്? ഇവിടെ കിടന്ന് വിളച്ചിൽ കാണിച്ചതിന്. അറ്റ കൈക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതുവഴി ഒരു ഉണ്ട കയറ്റി തലച്ചോറിനകത്തിട്ട് ഒരു കറക്കം. ചോറും പരിപ്പും അവിയലും സാമ്പാറും എല്ലാം കൂടെ ഒരു പുളിശ്ശേരി പരുവത്തിലാവും. പിന്നെ ആട്ടവും ഇല്ല, അനക്കവും ഇല്ല. ചാവണത് വരെ ഇങ്ങനെ കിടക്കും. ആ, കോമ എന്നോ കുത്തെന്നോ ഒക്കെയാ ഡോക്ടർ ഇതിന് പറയുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോണം. അല്ലെങ്കിൽ നീ കോമയിലും ആയി പോവും, എന്റെ സർവീസ് ഫുൾ സ്റ്റാപ്പിലും ആയി പോവും. അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ, കണ്ണാടി പൊട്ടിപ്പോവും. പോയിട്ട് വാ. കഷ്ടം. അവൻ എവിടെ പോയി തൊലഞ്ഞു? അയ്യോ, ചുമ്മാ ഇരിക്കണം. എനിക്ക് മരുന്ന് കുടിക്കണം. ഇനോ എണിക്കാൻ മരുന്ന് കുടിക്കണമെന്നേ. എണിക്കാൻ എണിക്കാൻ പറഞ്ഞില്ലേ, മരുന്ന് കുടിക്കണം. എണിക്കാൻ എണിക്കാൻ പറഞ്ഞില്ലേ, മരുന്ന് കുടിക്കണം. ആന്റണി, വിനോദ് എണിക്ക, മരുന്ന് കുടിക്കണം. എണിക്കാൻ പറഞ്ഞില്ലേ. ദേവനൊന്ന് എണിപ്പിക്ക. വിനോദേ, എഴുന്നേക്ക്. എഴുന്നേക്കാൻ. അവന്റെ ഒരു പുതപ്പ്. നീയോ? Put him in the cell. നാളെ മുതൽ താൻ ഇവിടെ വരണമെന്നില്ല. യു ആർ ഡിസ്മിസ്ഡ്. അപ്പൂപ്പ, ഞാൻ അയച്ചു. അപ്പൂപ്പ, ഞാൻ മറ്റേ വായി അയച്ചിട്ടുണ്ട്.